ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുത്തബ്മിനാർ കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് എനിക്ക് ഓഫായപ്പോൾ പിന്നെ ഒന്നും വിചാരിച്ചില്ല, നേരെ നമ്മൾ കുത്തബ്മിനാറിലേക്ക് വിട്ടിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു മെട്രോയിൽ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണ്. ഞാൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് അഭിജിത്ത് എന്നെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുവാണ്. നീ എന്താടി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുവാണ്. പക്ഷേ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നേരെ നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. മെട്രോയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും മെട്രോ കാർഡ് എടുക്കണം. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് മെട്രോ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇറങ്ങി അപ്പുറത്തോട്ട് നിൽക്കുവാണ്. ഇവരാണെങ്കിൽ മെട്രോ കാർഡ് ചാർജ് ചെയ്യുവാണ്. അങ്ങനെ ചാർജൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കുത്തബ്മിനാറിലേക്ക് പോകാൻ വേണ്ടി ഒരു 3 കിലോമീറ്റേഴ്സ് നമ്മൾ നടക്കാനുണ്ട്. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഞങ്ങൾ ടയേർഡായി. പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ബസ്സിൽ കയറി തൊട്ടപ്പുറത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സന്ധ്യയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ നിന്നു. ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് അവർ കയറ്റി വിടത്തില്ല. ഇതാണ് അവരുടെ ടോക്കൺ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ടോക്കണൊക്കെ കളക്ട് ചെയ്തു അകത്തേക്ക് കയറാൻ പോവാണ്. കുത്തബ് മിനാർ എന്ന് പറയുന്നത് നമ്മൾ ഡൽഹിയിൽ കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. 72.5 അടി ഉയരമുള്ള ഇഷ്ടികകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗോപുരമാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. ഗോരി സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള കുത്തുബുദ്ദീൻ ഐബക്കാണ് നമ്മുടെ ഈ കുത്തബ് മിനാർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. 5 നിലകളുള്ള ഒരു ഗോപുരമാണ് ഈ ഒരു കുത്തബ് മിനാർ. രാത്രിയായപ്പോൾ ഇങ്ങനെ ചെറിയൊരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുത്തബ് മിനാർ കുത്തുബുദ്ദീൻ ഐബക്കാണ് ഉണ്ടാക്കിയത്. പക്ഷേ കുത്തബ് മിനാറിൻ്റെ 5 നിലകളും കുത്തുബുദ്ദീൻ ഐബക്കല്ല നിർമ്മിച്ച് തീർത്തത്. ആദ്യത്തെ നില പണി പൂർത്തിയായപ്പോൾ തന്നെ പുള്ളിക്കാരൻ മരണപ്പെട്ടു. അതിനുശേഷം പിന്നീട് വന്ന ഭരണാധികാരികളാണ് ബാക്കിയുള്ള നിലകളൊക്കെ നിർമ്മിച്ചത്. നല്ല ഭംഗിയാണ് ഈ ഒരു ബിൽഡിങ് അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് നമ്മുടെ ഫ്ലൈറ്റൊക്കെ പോകുന്ന ആ ഒരു വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ കുത്തുബുദ്ദീൻ ഐബക്ക് ഖുവത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളി കൂടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പള്ളിയുടെ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു പോർഷനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോർഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അയൺ പില്ലറുണ്ട്. ദൂരെ നിന്ന് നിങ്ങൾ കാണുന്നത് ഈ ഒരു അയൺ പില്ലറാണ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. 800 വർഷത്തിലേറെ പഴക്കമുള്ള ബിൽഡിങ്ങാണ് ഈ ഒരു കുത്തബ് മിനാറിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു അയൺ പില്ലർ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു പ്ലേസാണിത്. പക്ഷേ ഞാൻ രാത്രി ആയതുകൊണ്ട് എനിക്ക് അത്രയും മനോഹരമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരിതാണ്. പിന്നെ എല്ലാവർക്കും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഓർമ്മയ്ക്കായിരിക്കും നമ്മൾ കുത്തബ് മിനാറെന്ന് ആണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്, അങ്ങനെയല്ല. ഡൽഹിയിൽ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുത്തുബുദ്ദീൻ ബക്തിയാർ ഖാക്കി എന്ന് പറയുന്ന ഒരു സൂഫിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് കുത്തബ് മിനാർ എന്നുള്ള പേര് ഈ കുത്തബ് മിനാറിന് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഓർമ്മയ്ക്കല്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു തിരിച്ചിറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മെട്രോയിൽ തന്നെയാണ് പോകുന്നത്. നല്ല ലേറ്റായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ല തിരക്കും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ